ഹായ് ഫ്രണ്ട്സ്, ആരമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ കോംബോ ഓഫറായിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്കിപ്പോൾ കോംബോ ഓഫറിൽ ഒരു 15ഓളം കളർ നമുക്ക് ഫെലനോപ്സിസ് അവൈലബിൾ ആണ്. മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ്. ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ ഒരു വർഷം 4 മാസമൊക്കെ പ്രായമായിട്ടുള്ള നമ്മുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമ്മുടെ ഇന്ന് ഫെലനോപ്സിസ് മേടിക്കുന്നവർക്ക് എന്താ പറയുക അറിയാൻ പറ്റും. നമ്മുടെ പ്ലാന്റ്സ് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളും എല്ലാം അവർ നമ്മുടെ ഓരോ വീഡിയോയുടെ കമൻറ്റിലും നമുക്ക് നമ്മുടെ നിന്ന് മേടിച്ച കസ്റ്റമേഴ്സ് അവർ എന്താ പറയുക നമുക്ക് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പുതുതായിട്ട് വരുന്നവർക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ ക്വാളിറ്റി എങ്ങനത്തെയാണെന്നുള്ളത്. അപ്പോൾ പലതും പല സൈസാണ്. ഇത് വന്നിട്ട് ഇമ്പൾസീവ് എന്നുള്ളൊരു പ്ലാന്റ് സൈസാണ്. അതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. പ്ലാന്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് സ്മോൾ സൈസ് പ്ലാന്റ്സ് ആണ്. ഇത് വന്നിട്ട് ഗുഡ് റീസൺ എന്നുള്ളതിൻ്റെ പ്ലാന്റാണ്. കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഈ ഒരു പ്ലാന്റ് സൈസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോംബോ ഓഫർ വന്നിട്ട് ഒരു പ്ലാന്റായിട്ട് എടുക്കുവാണെങ്കിൽ 325 രൂപയാണ് ഒരു പ്ലാന്റായിട്ട് നിങ്ങൾക്ക് എടുക്കുമ്പോൾ റേറ്റ്. ഒരു 6 മാസമാണ് ഞാൻ ടൈം പറയാം. ഒരു അപ്രോക്സിമേറ്റ് ടൈം ഇതിന് പൂവിടാനുള്ള ഒരു ടൈം പറയുന്നത് ഒരു 6 മാസമാണ്. 6 മാസത്തിനുള്ളിൽ നമുക്ക് അത്രയും പ്രായമായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഫ്ലവർ വന്ന് തുടങ്ങാനായിട്ട്. പിന്നെ പ്ലാന്റ് മെച്യൂരിറ്റി അനുസരിച്ചാണ്, മെച്യൂർ ആവുന്നതിന് അനുസരിച്ചാണ് പ്ലാന്റ് സ്പൈക്കിൻ്റെ നീളവും കാര്യങ്ങളൊക്കെ നമുക്ക് വരിക കേട്ടോ. അപ്പോൾ ഇത് 5 പ്ലാന്റ് കോംബോ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് 300 രൂപയ്ക്ക് എന്നുള്ള രീതിയിൽ 5 പ്ലാന്റ് 1500 രൂപ പ്ലസ് കൊറിയർ ചാർജ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 15 കളേഴ്സ് ഞാൻ സ്ക്രീനിൽ ഈ 15 കളേഴ്സ് ഞാൻ അവൈലബിൾ കളേഴ്സ് കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു പപ്പാഗയോ നമുക്ക് ഭയങ്കര ഡിമാൻഡുള്ള ഒരു കളറാണ് കേട്ടോ പപ്പാഗയോ എന്നുള്ളത്. അതൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മഞ്ഞ ഫ്ലവറാണ്. പപ്പാഗയോയുടെ ഒരു കാര്യം കൂടെ ഞാൻ പറയുവാണ്. പപ്പാഗയോ പ്ലാന്റ് നന്നായിട്ട് മ്യൂട്ടേഷൻ സംഭവിക്കുന്ന ഒരു വെറൈറ്റി. ഇതാണ് പപ്പാഗയോ പ്ലാന്റ്സിൻ്റെ സൈസ് കേട്ടോ. അപ്പോൾ പപ്പാഗയോ നമുക്ക് ഇപ്പം ഈ പിക്കിൽ കാണിക്കുന്ന കറക്റ്റ് കളറ് നന്നായിട്ട് തണുപ്പിൽ വിരിയുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. എന്നാലും നല്ലൊരു മഞ്ഞ കളർ തന്നെയാണ് വരുന്നത്. പക്ഷെ കറക്റ്റ് അതിൻ്റെ സൈഡ് ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നല്ല തണുപ്പിൽ വിരിയുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ വയനാട്, മൂന്നാർ ഒക്കെ മേടിച്ചിട്ട് പോകുന്നവർക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന കറക്റ്റ് കളർ തന്നെ വിരിയാറുണ്ട്. നമ്മുടെ ചൂട് ക്ലൈമറ്റിലുള്ളവർക്ക് വിരിയുമ്പോഴത്തേക്കും പപ്പായയിൽ കുറച്ച് മ്യൂട്ടേഷൻസ് സംഭവിക്കുന്നുണ്ട്. അത് ഐഡി മാറുന്നത് കൊണ്ടോ ഒന്നുമല്ല, അത് മനസ്സിലാക്കുക. ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് പലർക്കും വിരിഞ്ഞ പപ്പായയുടെ കളറുകൾ. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം വിരിയുമ്പോൾ ഒരു കളറായിരിക്കും, പിന്നെ പ്ലാന്റ് മെച്യൂർ ആവുന്നതനുസരിച്ചും തണുപ്പിൽ വിരിയുമ്പോഴും ഒക്കെ കളറുകൾ ചെറുതായിട്ട് വ്യത്യാസം വരാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നല്ല ഭംഗിയുള്ള പൂവാണ്. അത് വിരിഞ്ഞ് നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഹോട്ട് ചില്ലി, ഐസ് വിസ്പർ, അങ്ങനത്തെ സ്പ്ലെൻഡിഡ്, അങ്ങനത്തെ ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാം. ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ്. DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. കേരളത്തിനകത്ത് DTDC നെക്സ്റ്റ് ഡേ തന്നെ മാക്സിമം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ കൂടിപ്പോയാൽ അതിൻ്റെ അടുത്ത ദിവസത്തേക്ക് പോകും. സ്പീഡ് പോസ്റ്റ് 3 ദിവസം ടൈം എടുക്കും. പിന്നെ ഔട്ട് ഓഫ് കേരള നമ്മൾ കൂടുതലും സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത്. ഈ വിത്ത് പോട്ടോട് കൂടിയാണ് അയക്കുന്നത്. നിങ്ങൾക്ക് പോട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ച് മെസ്സേജ് ഇടുക കേട്ടോ. അപ്പോൾ പോട്ട് മാറ്റിയിട്ട് അയക്കുക. അപ്പോൾ കൊറിയർ ചാർജിൽ കുറവ് വരും. വിത്ത് പോട്ടോട് കൂടി 5 പ്ലാന്റൊക്കെ അയക്കുമ്പോഴത്തേക്ക് കൊറിയർ ചാർജിലും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ അയച്ചു തരും. ഈ പ്ലാന്റ് നിങ്ങൾ ഇപ്പോൾ റീപോർട്ട് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഒരു 4-5 മാസം വരെ ഈ പോട്ടിൽ തന്നെ ഇരുന്ന് അത് വളർന്നോളും. ഈ പോട്ട് വേറൊരു പോട്ടിലേക്ക് ഇറക്കി വെച്ച് നിങ്ങൾക്ക് ഹാങ് ചെയ്ത് വളർത്താവുന്നതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഒരു വിധം ആയി എന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. നമ്മൾ പ്ലാന്റ്സ് മേടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫെർട്ടിലൈസർ കൊടുക്കുക. വീക്ക്ലി വൺസ് എന്തായാലും നമ്മൾ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക കേട്ടോ. എന്നാലേ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വരത്തുള്ളൂ. നിങ്ങൾക്ക് ആ പറയുന്ന കാലാവധിക്കുള്ളിൽ നിങ്ങൾക്ക് ഫ്ലവറും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയതിനു ശേഷം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കറക്റ്റായിട്ട് ഫെർട്ടിലൈസർ കൊടുക്കുക. 30-10-10 അല്ലെങ്കിൽ നമുക്കുള്ള പാസ്ഫോളിയർ 19-19 ഉണ്ട്. അത് നല്ല റിസൾട്ടുള്ള വളമാണ്. അപ്പോൾ അതൊക്കെ സ്പ്രേ കറക്റ്റായിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ്
റിസൾട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾ പ്ലാന്റ് മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇനി ഒരു മഴ കാലമാണ് വരുന്നത്, അപ്പോൾ കറക്റ്റായിട്ട് ഫംഗിസൈഡ്സും കൊടുക്കാൻ ശ്രമിക്കുക. മാസത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി. എന്തെങ്കിലും ചീച്ചിലോ കാര്യങ്ങളോ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം, ഇപ്പം നിങ്ങളൊരു പ്ലാന്റ് മേടിച്ചു, ഇപ്പം മഴ സമയമാണ്, ഇവിടെ ആയിട്ടൊരു ചീച്ചിൽ വരുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കട്ട് ചെയ്യുക, സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, പേസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ പ്ലാന്റിന് 2 ദിവസം നനയ്ക്കാതെ വെക്കുക കേട്ടോ. എന്നിട്ട് പ്ലാന്റിൽ എവിടെയെങ്കിലും ചീച്ചിൽ വരാൻ, ഇവിടെയൊക്കെ ചീച്ചിൽ വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ജസ്റ്റ് സാഫ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി വെക്കാം. വൈകുന്നേര സമയങ്ങളിൽ വെള്ളം കൊടുക്കരുത്. മോർണിംഗ് സമയം മാത്രം ഒരു 8 മണിക്ക് മുന്നേ നിങ്ങളുടെ പ്ലാന്റ്സ് നനച്ചിരിക്കണം. എന്നാലേ ഇനി മഴക്കാലം കൂടെ ആയതുകൊണ്ട് വെള്ളം വറ്റിപ്പോകാൻ വളരെ ടൈം എടുക്കും. അപ്പോൾ രാവിലെ കൊടുത്താലേ ഉള്ള ചൂടിലെ വെള്ളമൊക്കെ വറ്റി പ്ലാന്റ് നല്ല ഡ്രൈ ആയിട്ടിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചീച്ചിൽ രോഗങ്ങൾ വരാൻ ചാൻസ് കൂടുതലും. അപ്പോൾ നിങ്ങൾ ഫെലനോപ്സിന് ഒരു കാരണവശാലും അസുഖങ്ങൾ വരുത്താനുള്ള ചാൻസ് ഉണ്ടാക്കരുത്. വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്ടിഫൈ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ ടൈമിൽ മാത്രം കൊടുക്കുക. ഇനി മഴ സീസൺ ആകുമ്പോഴേക്കും നിങ്ങൾ 2 ദിവസമൊക്കെ ഇടവിട്ട് വെള്ളം കൊടുത്താൽ മതിയാവും. ചൂട് സമയമാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ വെള്ളം കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ലീഫിൻ്റെ ഒക്കെ സ്റ്റിഫ്നെസ് ഒക്കെ പോയി ഒരുമാതിരി വാടിക്കുഴഞ്ഞ് നിൽക്കുന്ന പോലെ പലർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് വെള്ളം കുറഞ്ഞിട്ടാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നനയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അപ്പം തന്നെ എനിക്ക് ചെടിയുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഉൾപ്പെടെ എനിക്ക് മെസ്സേജ് അയക്കുക. എന്നാലും എനിക്കത് കണ്ടിട്ട് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം കേട്ടോ. പിന്നെ സ്ഥിരം പറയുന്ന കാര്യം തന്നെയാണ്, പ്ലാന്റ്സ് നിങ്ങളുടെ DTDCയിൽ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വീഡിയോ പാക്കിൻ്റെ വീഡിയോ എടുത്തു വെക്കേണ്ടതാണ്. എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ വീഡിയോ അയച്ചു തന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അൺബോക്സിങ് വീഡിയോ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എടുത്തു വയ്ക്കാം. ഇപ്പം അതിനകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് എന്തായാലും എടുത്തു വയ്ക്കാം. പ്ലാന്റ്സ് അയക്കുന്ന ദിവസം നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റിൻ്റെ വീഡിയോ ഞങ്ങൾ അന്നത്തെ ദിവസം അയച്ചു തരുന്നതായിരിക്കും. എന്താണ് നിങ്ങൾക്ക് അയച്ചേക്കുന്ന പ്ലാന്റ് കണ്ടീഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ് എന്താണ് എന്നുള്ളത് കിട്ടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് DTDC സ്ലിപ്പും അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് സ്ലിപ്പ് കിട്ടുമ്പോൾ ഉടനെ അപ്പം തന്നെ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അത് കിട്ടിയ ഉടനെ തന്നെ ഞാൻ അയക്കുന്നതായിരിക്കും. ഞാൻ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. കാരണം ഇത് ഞാൻ സ്ഥിരം പറയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ പ്ലാന്റ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ വാട്സാപ്പിലോട്ട് വരുന്നതാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഫെലനോപ്സ് ചോദിക്കുവാണ്, ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ ഞാൻ ഫോട്ടോസും കാര്യങ്ങളും ഇട്ട് തരും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇതുപോലെ ചില സമയങ്ങളിൽ ഓഫറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്ന ഓഫേഴ്സും കാര്യങ്ങളും ഞാൻ അതിനകത്തായിരിക്കും ഇടുന്നത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ൂരിലുള്ളവർക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് വന്ന് മേടിക്കുന്നവർക്ക് നമുക്ക് പ്ലാന്റ് ഡയറക്റ്റ് വന്ന് മേടിക്കാവുന്നതാണ്. മൺഡേ ടു സാറ്റർഡേ ആണ് നമ്മുടെ വർക്കിംഗ് ഡേയ്സ്. മൺഡേ ടു സാറ്റർഡേ ആണ്, സൺഡേ ഹോളിഡേ ആണ്. എല്ലാ ദിവസവും 9 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ നമുക്കിവിടെ സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ അതിനുള്ളിൽ വരാൻ നോക്കുക. അത് കഴിഞ്ഞാൽ പ്ലാന്റ്സ് എടുത്തു തരാൻ ആളുണ്ടാവില്ല കേട്ടോ. അപ്പോൾ 9നും 4നും ഇടയ്ക്ക് വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് ഏത് ചെടി വേണമെങ്കിലും ഡയറക്റ്റ് ഈ കൊറിയർ ചാർജ് തരാണ്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ ചെറിയ ഒരു വീഡിയോ, ഫെലനോപ്സിൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചെടികളെയും പൂക്കളെയും ഒക്കെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.